പയറുവർഗ്ഗ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ചെറിയ മുഴകളെ റൂട്ട് നോഡ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ഇവ വെറും മുഴകളല്ല, മറിച്ച് ചെടിയുടെ വളർച്ചയ്ക്കും മണ്ണിൻ്റെ ഫലപുഷ്ടിക്കും സഹായിക്കുന്ന അത്ഭുതകരമായ ഒരു സംവിധാനമാണ്. അതെന്താണെന്നല്ലേ, അതിനകത്ത് റൈസോബിയം ബാക്ടീരിയ ഉണ്ടാവും. ഈ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലെ നൈട്രജനെ ആഗിരണം ചെയ്ത് ചെടികൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക്, അതായത് നൈട്രേറ്റ്സ് ആക്കി മാറ്റാൻ കഴിവുള്ള ബാക്ടീരിയകളാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ ധാരാളം നൈട്രജൻ ഉണ്ടെങ്കിലും ചെടികൾക്ക് അത് നേരിട്ട് സ്വീകരിക്കാൻ കഴിയില്ല. വേരിലെ ഈ മുഴകളിലിരുന്ന് ബാക്ടീരിയകൾ നൈട്രജനെ മണ്ണിൽ ഉറപ്പിക്കുന്നു. ഇതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുകൂടാതെ ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്തും ചെടികൾക്ക് നൈട്രജൻ ലഭ്യമാകുന്നുണ്ട്. അന്തരീക്ഷത്തിലെ നൈട്രജൻ ഓക്സിഡൈസ് ചെയ്ത് മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഇത് ചെടിയും ബാക്ടീരിയയും തമ്മിലുള്ളൊരു ബന്ധത്തെ, അതായത് സഹജീവനം, സിംബയോസിസ് എന്ന് പറയുന്നു. ചെടി എന്താ കൊടുക്കുന്നത്? ബാക്ടീരിയയ്ക്ക് താമസിക്കാനുള്ള സ്ഥലവും, അതായത് മുഴകൾ, ഭക്ഷണവും നൽകുന്നു. ബാക്ടീരിയ കൊടുക്കുന്നതോ ചെടിക്ക് വളരാൻ ആവശ്യമായ നൈട്രജൻ, അതായത് നൈട്രേറ്റ് വളം. പയറ് ചെടി വിളവെടുത്ത ശേഷം അവയുടെ വേരുകൾ മണ്ണിൽ തന്നെ ചീഞ്ഞഴുകാൻ അനുവദിക്കുന്നത് നല്ലതാണ്. ഈ മുഴകളിലെ നൈട്രജൻ മണ്ണിൽ കലരുകയും അടുത്ത തവണ കൃഷി ചെയ്യുന്ന ചെടികൾക്ക്, ഉദാഹരണത്തിന് നെല്ല്, പച്ചക്കറി, അതിനൊക്കെ സ്വാഭാവിക വളമായി മാറുകയും ചെയ്തു. ഇത് പലപ്പോഴും ക്രോപ്പ് റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പയറിൻ്റെ വേരിലെ മുഴ ഒന്ന് മുറിച്ച് നോക്കിയാൽ ഉള്ളിൽ പിങ്ക് നിറം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നൈട്രജൻ ഫിക്സേഷൻ സജീവമായി നടക്കുന്നു എന്നാണ്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവാണ് ഈ പിങ്ക് നിറത്തിന് കാരണം. രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും പ്രകൃതിദത്തമായി മണ്ണ് സമ്പുഷ്ടമാക്കാനും ഈ പ്രക്രിയ വളരെയധികം സഹായിക്കുന്നു. അപ്പോൾ ഇനി ഒഴിവുള്ളൊരു സമയത്ത് ഈ മുഴയൊന്ന് മുറിച്ചെടുത്ത് നോക്കണം. ഒന്ന് മുറിക്കണമെന്ന് ആലോചിച്ചാൽ, പക്ഷേ ചെടിക്ക് കേട് പറ്റിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ രണ്ടാമത് ആലോചിച്ച് നോക്കുമ്പോൾ കുറേ മുഴകളില്ലേ, അതിലേറ്റവും വലുത് ഒരെണ്ണം മുറിച്ചെടുത്ത് നോക്കാം അടുത്ത ദിവസം എപ്പോഴെങ്കിലും. എന്നിട്ട് പിങ്ക് നിറമുണ്ടോയെന്ന് അറിയാലോ. അത് കാണുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്യാം.